ജില്ലയിലെ വികസന മുരടിപ്പിന് മാറ്റം ആവശ്യപ്പെട്ടാണ് എൻ.ഡി.എ ജനങ്ങളുടെ മുന്നിലെത്തുന്നതെന്ന് കാസർഗോഡ് മണ്ഡലത്തിലെ ബി.ജെ.പി സ്ഥാനാർത്ഥി എം.എൽ. അശ്വിനി. ഇടത് വലത് മുന്നണികളുടെ വഞ്ചനയ്ക്ക് ജനങ്ങൾ ഇത്തവണ വിധിയെഴുതുമെന്നും ബി.ജെ.പി ജില്ലാ പ്രസിഡന്റ് കൂടിയായ അശ്വിനി ന്യൂസ് മലയാളത്തോട് പറഞ്ഞു. കാസർഗോഡ് ജില്ലയിൽ ബി.ജെ.പിക്ക് ഏറെ നിർണായകമായ സ്വാധീനമുള്ള മണ്ഡലങ്ങളിൽ ഒന്നാണ് കാസർഗോഡ് നിയമസഭാ മണ്ഡലം. ഇത്തവണ ജില്ലയിലെ തന്നെ ഏക വനിതാ സ്ഥാനാർത്ഥി ജനവിധി തേടുന്നത് ബി.ജെ.പിയുടെ എൻ.ഡി.എ കാൻഡിഡേറ്റായ ജില്ലാ അധ്യക്ഷ അശ്വിനിയാണ്. അശ്വിനി ഇപ്പോൾ നമ്മോടൊപ്പം ചേരുന്നു. എങ്ങനെ ആദ്യമായി ജില്ലയിൽ ഒരു വനിതാ കാൻഡിഡേറ്റ് ഇപ്പോൾ ഉള്ളത് താങ്കളാണ്? ഒരു എക്സ്ട്രാ എനർജിയാണ്. ബിക്കോസ് എല്ലാവരും മെയിൽ കാൻഡിഡേറ്റ്സ്, അവരുടെ ഇടയിൽ ഞാനൊരു ഫീമെയിൽ കാൻഡിഡേറ്റ്സ് പറയുന്നത് എനിക്ക് പ്രൗഡ് ഫീൽ ഉണ്ട്. ബിക്കോസ് ഇത് എൻ.ഡി.എക്ക് മാത്രമാണ് സാധിക്കുന്നത്. ഞങ്ങളെ നരേന്ദ്രമോദിജിയുടെ വിഷൻ ഉണ്ടല്ലോ, വുമൻസ് എംപവർമെൻറ്റ് എന്ന് പറയുന്നത്. സോ അത് തീർച്ചയായിട്ടും ബി.ജെ.പി കൊണ്ട് അത് നടപ്പിലാക്കുന്നുള്ളത്. സോ ഐ എം വെരി ഹാപ്പി ടു ബി എ എൻ.ഡി.എ ഫീമെയിൽ കാൻഡിഡേറ്റ്. കാസർഗോഡ് മണ്ഡലത്തിലെ ഈ വികസന പോരായ്മയാണ് പ്രധാനമായിട്ടും കക്ഷികളൊക്കെ ഉയർത്തിക്കാട്ടുന്നത്. എന്തൊക്കെയായിരിക്കും അത് പരിഹരിക്കാനുള്ള ഇടപെടൽ? കാസർഗോഡിൽ ഉള്ളത് വികസന പ്രോബ്ലംസ് ആണ്. ബിക്കോസ് എവിടെയാണ് വികസനം കാണാൻ സാധിച്ചിട്ടുള്ളത്? ഇവിടെ ഒരു എഡ്യൂക്കേഷൻ സിസ്റ്റം ഇല്ല, മെഡിക്കൽ സിസ്റ്റം ഇല്ല, അതേപോലെ ജോബ് ഓപ്പർച്യൂണിറ്റികളില്ല, IT പാർക്സുകളില്ല, ചിൽഡ്രൻ പാർക്കുകളില്ല, പിന്നെ കുടി വെള്ളത്തിൻ്റെ പ്രശ്നങ്ങളുണ്ട്. അതേപോലെ നമുക്ക് ഒരു ഇന്നർ പോയി കഴിഞ്ഞാൽ റോഡ് പ്രോബ്ലംസ് ഉണ്ട്, ക്ലീനിനെസ് ഇല്ല, നമുക്ക് റെസ്റ്റ് റൂംസ് ഇല്ല, ഫിഷ് മാർക്കറ്റ്സ് ഇല്ല. ഇങ്ങനെ നിരവധി കാര്യങ്ങളാണ് നമുക്ക് ഇവിടെ കാസർഗോഡിൽ നമുക്ക് വികസനം കൊണ്ടുവരാനുള്ളത്. അപ്പോൾ ബി.ജെ.പിക്ക് ഒരു ചാൻസ് കൊടുത്തു കഴിഞ്ഞെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ആ വികസനം എങ്ങനെ ഉണ്ടാവും എന്ന് നമുക്ക് കാണിച്ചു കൊടുക്കും. അപ്പോൾ ഞാൻ ജനങ്ങളോട് അപേക്ഷപ്പെടുന്നത്, നിങ്ങൾ ബി.ജെ.പിനെ ഡെവലപ്മെൻറ്റ് പാർട്ടിയായിട്ട് കാണുന്നുണ്ട്. കഴിഞ്ഞ 11 കൊല്ലമായിട്ട് നരേന്ദ്രമോദിജി കൊണ്ടുവന്നിട്ടുള്ള വികസിത ഭാരത, വികസിത കേരളം, വികസിത കാസർഗോഡാക്കാൻ മാറ്റാൻ വേണ്ടിയിട്ട് നിങ്ങളെല്ലാവരും തീർച്ചയായിട്ടും എൻ.ഡി.എ സ്ഥാനാർത്ഥിയായിട്ടുള്ള എന്നെ തിരഞ്ഞെടുത്ത് കഴിഞ്ഞെങ്കിൽ നമ്മൾ കാസർഗോഡ് ഒരു പുതിയ കാസർഗോഡായിട്ട് മാറ്റിയിട്ട് തരും. തീർച്ചയായും മറ്റുള്ള മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥികൾ ഇപ്പോൾ മഞ്ചേശ്വരം ഉൾപ്പെടെ വലിയ സജീവമായ പ്രവർത്തനത്തിലാണ്. മറ്റ് മണ്ഡലങ്ങളിലും വളരെ സജീവമായ എൻ.ഡി.എ. എങ്ങനെയാണ് ആ പ്രവർത്തനങ്ങളൊക്കെ കാണുന്നത്? എല്ലാം ഒരേപോലെയാണ്. ബിക്കോസ് നമ്മൾ എല്ലാവരും സജീവമായിട്ട് വർക്ക് എടുക്കുന്നുണ്ട്. ഇവിടെ ആയെങ്കിലും നമ്മൾ സജീവമായിട്ട് നമ്മൾ ലോക്കൽ ബോഡി ഇലക്ഷൻസ് കഴിഞ്ഞ ശേഷം നമ്മൾ നിയമസഭാ ഇലക്ഷൻസിന് തയ്യാറെടുപ്പെല്ലാം ഉണ്ടായത്. ബിക്കോസ് SIR വന്നു. ആ SIRൻ്റെ ഭാഗമായിട്ട് നമ്മൾ അടിത്തട്ടിലുള്ള എല്ലാ പ്രവർത്തകന്മാർ അതിൻ്റെ അടിയിൽ വർക്ക് ചെയ്തുകൊണ്ടുണ്ടായതാണ്. അപ്പോൾ അതേപോലെ നമുക്ക് മഞ്ചേശ്വരം ആവട്ടെ, ഉദുമാവട്ടെ, കാഞ്ഞങ്ങാടാവട്ടെ, തൃക്കരിപ്പൂർ ആവട്ടെ, ഈ 5 കോൺസ്റ്റിറ്റ്യൻസിലും നന്നായിട്ടുള്ള പ്രവർത്തനം നമ്മൾ പ്രവർത്തകന്മാർ എടുക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നമുക്കൊരു നല്ല റിസൾട്ട് ഉണ്ടാവും. ഈ വോട്ട് തള്ളലുമായി ബന്ധപ്പെട്ട് മഞ്ചേശ്വരത്തൊക്കെ അതിർത്തി ഗ്രാമങ്ങളിലൊക്കെ ബി.ജെ.പിയുടെ വല്ലാത്ത ഇടപെടലുണ്ട് എന്നൊക്കെ പറഞ്ഞ ആക്ഷേപങ്ങൾ പല കക്ഷികളും പറയുന്നു. അത് ആക്ഷേപങ്ങൾ മാത്രമാണ്. ബിക്കോസ് MLAക്ക് തോൽക്കും എന്ന് പറയുന്ന ഒരു പേടി വന്നു. അപ്പോൾ എന്തൊക്കെയല്ലെങ്കിൽ കൊണ്ടുവരണമല്ലോ. ആ സമയത്ത് ഒരു ബ്രേക്കിംഗ് ന്യൂസ് കൊണ്ടുവന്ന് കഴിഞ്ഞെങ്കിൽ MLAക്ക് ഒരു സിമ്പത്തി കിട്ടുന്ന പോലെ, മീൻസ് ടോളിൻ്റെ കണ്ടിട്ടുണ്ടാവും. ടോളിൽ ഒരു റോൾ ഉണ്ടായിട്ടില്ല. ഇവിടെ സമാധാനം കളഞ്ഞതാണ് MLA. അപ്പോൾ അതൊരു ആക്ഷേപം മാത്രമായിട്ട് കാണുക എന്ന് മാത്രം ഞാൻ പറയുന്നുള്ളത്. തീർച്ചയായും വലിയ ആത്മവിശ്വാസത്തിലാണ് ബി.ജെ.പിയുടെ ഏക വനിതാ സ്ഥാനാർത്ഥി, ജില്ലയിൽ തന്നെ ഏക വനിതാ സ്ഥാനാർത്ഥിയായ ബി.ജെ.പിയുടെ ജില്ലാധ്യക്ഷ അശ്വിനി. രതീഷ് വാസ്തവൻ, ന്യൂസ് മലയാളം, കാസർഗോഡ്.